தண்ணி கொடுங்கப்பா, தண்ணி பாட்டில் கொடு, தண்ணி பாட்டில். തമിഴ് സിനിമയിൽ വിജയ് ഇല്ലെങ്കിൽ സിനിമയേ ഇല്ല എന്നുള്ള സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നിന്നും പിന്നീട് അങ്ങോട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്ന വിജയുടെ ഭാവി ഇനി എന്താകുമെന്നുള്ള ചോദ്യം അതിശക്തമായി നിലനിൽക്കുന്നു. ഇവിടെ കരൂരിൽ നടന്ന TVKയുടെ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 1.5 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ 41 പേരിലധികം പേർ മരണമടഞ്ഞ സംഭവത്തിൽ തമിഴ്നാട് രാഷ്ട്രീയം ഏതാണ്ട് പ്രക്ഷുബ്ധമായി തുടരുകയാണ്. വിജയിയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകളും അതുപോലെ ചോദ്യങ്ങളും അഭിമുഖങ്ങളും ശക്തമായി തന്നെ തുടരുകയും ചെയ്യുന്നു. നടൻ വിജയുടെ ചെന്നൈയിലെ വീട്ടിൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യം പോലും അറിയാതെ, അല്ലെങ്കിൽ എപ്പോൾ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കാത്ത തരത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. അതുതന്നെ വിജയുടെ വീട്ടിൻ്റെ മുന്നിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. അതായത് TVKയുടെ മുതിർന്ന നേതാക്കളായ പലർക്കെതിരെയും ബുസി ആനന്ദ് അടക്കമുള്ള നേതാക്കൾക്കെതിരെയെല്ലാം ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിരിക്കുകയാണ്. സംഭവത്തിൽ തമിഴ്നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായി തുടരുന്നത്. അറസ്റ്റ് ഭയന്ന് വിജയ് സുരക്ഷ വർദ്ധിപ്പിച്ചതാണോ, അതോ നിലവിലെ നിയമ നടപടികൾ ഇനി എന്തൊക്കെയാണ് തുടങ്ങി ഏറ്റവും പുതിയ വിവരങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വരികയാണ്. വലിയ തരത്തിലുള്ള ചർച്ചകൾക്കും വലിയ തരത്തിലുള്ള അഭിമുഖങ്ങൾക്കുമെല്ലാം തമിഴ്നാട് രാഷ്ട്രീയം ഏതാണ്ട് വലിയ പ്രക്ഷുബ്ധമായ തരത്തിലേക്ക് മാറിയിരിക്കുന്നു. വലിയ തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിജയുടെ മാനാടുമായി ബന്ധപ്പെട്ട് നടന്ന, അല്ലെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ് നടത്തുന്ന പാർട്ടി പ്രവേശനം മുതൽ വലിയ തരത്തിൽ തമിഴക രാഷ്ട്രീയത്തിൽ വിജയുടെ പേര് കേട്ടു തുടങ്ങിയിരിക്കുന്നു, ചർച്ചയായി തുടങ്ങിയിരിക്കുന്നു. ഇത് കൃത്യമായി പറഞ്ഞാൽ വിജയുടെ സിനിമകളിൽ നിന്നുള്ള ചെറിയ ചാഞ്ചാട്ടം, അതായത് സിനിമകളിൽ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയ അന്ന് മുതൽ വിജയ് രാഷ്ട്രീയത്തിലേക്കോ എന്നുള്ള ചർച്ചകളും അഭിമുഖങ്ങളും വലിയ തരത്തിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ അപ്പോഴൊന്നും വിജയ് യാതൊന്നും മിണ്ടാതെ, യാതൊന്നും മുരിയാടാതെ മിണ്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തൻ്റെ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ അതൊക്കെ വന്ന് കൃത്യമായും വ്യക്തമായും പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ നടത്തുന്ന സമയങ്ങളിൽ GSTയിലടക്കം വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ആ വിമർശനങ്ങളെല്ലാം വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ സൈക്കിൾ ചവിട്ടി വന്ന വിജയിയെ നാട്ടുകാർ വലിയ തരത്തിൽ സ്വീകരിച്ചത് അന്ന് BJPക്കെതിരെയുള്ള പ്രതിഷേധമായാണ്. അന്ന് വിജയുടെ ഈ സൈക്കിൾ യാത്രയെ ജനങ്ങൾ കണ്ടത്. അത് വലിയ തരത്തിൽ തമിഴ്നാട്ടിൽ BJPക്ക് തിരിച്ചടിയാവുകയും ചെയ്തു. അങ്ങനെ BJP അണികൾ, BJPയുടെ പ്രതിനിധികളെല്ലാം വിജയ്ക്കെതിരെ പ്രതിഷേധമായി വരികയും വിജയുടെ ഷൂട്ടിംഗ് സൈറ്റിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് പൊടുന്നനെ തന്നെ വിജയുടെ ഫാൻസ് വന്ന് വളയുന്നതും, അങ്ങനെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഇപ്പോഴും വിട്ടുമാറാത്ത തരത്തിൽ വിജയ്ക്ക് ഉണ്ടായിട്ടുള്ളതാണ്. വിജയ് ഇപ്പോഴും വിവാദങ്ങളുടെ മാത്രമായി പോയിക്കൊണ്ടിരിക്കുന്ന നേതാവുമാണ്. അങ്ങനെ വിജയ് എന്ന നടൻ 2026 ഏത് വിധേനയും തമിഴ്നാട് പിടിച്ചടക്കുക, അല്ലെങ്കിൽ തമിഴകം തൻ്റെ കൈക്കുള്ളിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി TVK എന്ന തമിഴക വെട്ടിക്കഴകമെന്ന പ്രസ്ഥാനത്തിന്, എന്ന പാർട്ടിക്ക് രൂപം നൽകുകയായിരുന്നു. അത് പൊടുന്നനെയൊന്നും അല്ല ഉണ്ടായത്. 2024 പാർട്ടി അനൗൺസ് ചെയ്തെങ്കിലും അതിന് മുന്നേ തന്നെ തൻ്റെ ഫാൻസിനെല്ലാം പതിയെ പാർട്ടി അണികളാക്കി മാറ്റുകയും അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയും അതിലൂടെ ശക്തമായി രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരികയും താൻ ഇനി തമിഴ് സിനിമയിൽ ഇല്ലെന്നും തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും താൻ വിട്ടു നിൽക്കുകയാണെന്നും ഇനി ഞാൻ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനാകാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ടുള്ള വിജയുടെ മാസ് ഡയലോഗുകൾ, അതുപോലെ തന്നെ വിജയുടെ കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 21 മധുരയിൽ നടന്ന സമ്മേളനത്തിൽ വിജയ് പറഞ്ഞത് സിംഹം ഒന്നിനെയും വെറുതെ തൊടില്ല, തൊട്ടാൽ അത് വെറുതെ ആയിരിക്കില്ല എന്നാണ്. അതായത് തൊട്ടാൽ വിട്ടിട്ട് പോകില്ല എന്നുള്ളതാണ്. സിംഹം നാട്ടിലും വാഴും, അതുപോലെ കാട്ടിലും വാഴും. ഒറ്റയ്ക്ക് ജീവിക്കാനും സിംഹത്തിനറിയാം, കൂട്ടത്തോടെ ജീവിക്കാനും അറിയാം. സിംഹം ഒരാളെ തൊട്ടാൽ അത് വെറുതെ ആയിരിക്കില്ലെന്നും അങ്ങനെ വെറുതെ തൊട്ടിട്ട് വിട്ടിട്ട് പോവുകയില്ലെന്നുള്ള മാസ് ഡയലോഗുകൾ പറഞ്ഞിട്ട് അത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് അണികളോട് ചോദിക്കുമ്പോൾ വലിയ തരത്തിലുള്ള കരഘോഷം അടക്കമുള്ളവ വേദിയിലുണ്ടാകുന്നു, സദസ്സിലുണ്ടാകുന്നു, വിജയ്ക്ക് ജയ് വിളികൾ ഉണ്ടാകുന്നു. അങ്ങനെ തമിഴക രാഷ്ട്രീയത്തിലേക്ക് ഒരു പുതിയ താരോദയം ഉണ്ടാകുന്നു എന്നറിഞ്ഞപ്പോൾ അത് വലിയ തരത്തിൽ എല്ലാ പാർട്ടിക്കാരെയും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കമുള്ള അവരുടെ പാർട്ടിക്കും വലിയ തരത്തിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, വലിയ തരത്തിൽ വിള്ളറി പിടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അങ്ങനെ അവിടുത്തെ DMK ആയിക്കോട്ടെ, ADMK ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഇവർക്കെല്ലാവർക്കും വലിയ തരത്തിൽ വിജയ് ഒരു പ്രശ്നക്കാരനാകുമോ, വിജയ് തങ്ങൾക്കൊരു വിറങ്ങുതടിയാകുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കവെയാണ് വിജയ് പലയിടങ്ങളിലും ശക്തമായ തരത്തിൽ മാനാട് നടത്തി മുന്നോട്ട് വരുന്നതും രംഗത്ത് വരുന്നതും. വിജയ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം മണിക്കൂറുകൾക്ക് മുന്നേ അണികളെത്തുന്നത്, ഫാൻസുകാരെത്തുന്നത്, നാട്ടുകാരെത്തുന്നതെല്ലാം ഇത് സ്ഥിരമായി ഉണ്ടാകുന്ന കാഴ്ചയാണ്. അവിടെ വിജയുടെ പല മാനാടിനും അല്ലെങ്കിൽ പല സമ്മേളനത്തിനും തമിഴ്നാട് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയതും അതുപോലെ തമിഴ്നാട് സർക്കാർ അനുമതി നൽകാതിരുന്നതുമെല്ലാം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ഒരു സമയത്ത് വിജയ് അതുവരെ പേര് പറയാതിരുന്ന സ്റ്റാലിൻ്റെ പേര് പറയാതിരുന്ന വിജയ് പിന്നീട് വന്നിട്ട് സ്റ്റാലിൻ അങ്കിൾ നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, ഇറ്റ്സ് വെരി റോങ് എന്ന് പറഞ്ഞുകൊണ്ട്
രംഗത്ത് വരികയും സ്റ്റാലിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും അതുപോലെ തന്നെ BJPക്കെതിരെയും ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തൊരു നേതാവ് കൂടിയായി വിജയ് മാറുകയും ചെയ്തു. അങ്ങനെ വലിയ തരത്തിൽ തൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണോ അതിലെത്തുന്നതിന് തൊട്ട് മുന്നേ വലിയ തരത്തിലുള്ളൊരു ആൾക്കൂട്ട പ്രചരണം തന്നെ നടത്താൻ വിജയ്ക്ക് സാധിച്ചു. അതിൽ പലതും അണികളായി മാറുന്നു, മറ്റു പലരും ഫാൻസായി മാറുന്നു. വിജയെ കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നു. ഇതെല്ലാം തമിഴ്നാട് സർക്കാരിനെ അടക്കം വലിയ തരത്തിൽ വിളറി പിടിപ്പിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ആശങ്കയിൽ നിന്നെല്ലാം ഇനി വിജയാകുമോ തമിഴകത്തിൻ്റെ നേതാവ്, തമിഴകത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകൾ പോലും വരുന്ന സമയത്ത് അവിടെ ADMKക്ക് ഒന്നുമല്ലാതെ പോവുകയും അവിടെ DMKയും ഒപ്പം TVKയും മാത്രമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ചാനൽ ചർച്ചകളിലെല്ലാം TVKക്ക് പ്രതിനിധി വന്ന് കൃത്യമായി രാഷ്ട്രീയം പറയുന്നു. അങ്ങനെ അത് വലിയ ചർച്ചയാകുമ്പോൾ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് വരുന്നത് TVKക്ക് വേണ്ടി, അതായത് വിജയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റുകൾ പേപ്പറിൽ എഴുതി നൽകുകയാണെന്നും ആ പേപ്പർ സിനിമ ഡയലോഗ് പോലെ കാണാതെ പഠിച്ചും അല്ലെങ്കിൽ സിനിമ ഡയലോഗ് പോലെ ബുക്ക് നോക്കി പേപ്പർ നോക്കി വായിക്കുന്നതാണെന്നുള്ള മറ്റു പാർട്ടികളുടെ വിമർശനങ്ങളെല്ലാം ശക്തമായി ഉണ്ടാകുന്ന സമയത്താണ് കരൂരിൽ നടന്ന ഈ അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ വിജയുടെ വലിയ തരത്തിൽ തമിഴകത്ത് കയറി വരുന്നു, തമിഴകത്ത് ഇനി അടുത്ത മുതൽവനാകാൻ പോകുന്നു എന്നുള്ള ചർച്ചകൾ വരുന്ന സമയത്താണ് തരൂരിൽ നടന്ന ഈ അപകടം വലിയ തരത്തിൽ വിജയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നത്. ആ തിരിച്ചടി എത്രത്തോളം വലുതായിരിക്കുമെന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ട വിജയ്ക്ക് നേരെ ഉണ്ടാകുന്ന വിമർശനങ്ങളിൽ പ്രധാനമെന്നത് കരൂരിൽ നടന്ന അപകടം ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവിടെ ആംബുലൻസ് പോകുന്നത് വിജയ് കാണുകയിട്ട് അതിൽ മാസ് ഡയലോഗ് അടിക്കാൻ ചെയ്തത്, ആംബുലൻസൊക്കെ പോകുന്നു അതിൽ നമ്മുടെ കൊടിയാണല്ലോ വെച്ചേക്കുന്നത് എന്ന തരത്തിലുള്ള മാസ് ഡയലോഗ് അടിച്ച് പോവുകയും വിജയ് വെള്ളക്കുപ്പി ജനങ്ങൾക്ക് നേരെ എറിഞ്ഞതാണ് വലിയ തരത്തിലുള്ള ഈ പറഞ്ഞ നെരുക്കടി ഉണ്ടാക്കിയെന്നും അവിടെ ആൾക്കൂട്ടം കൂടുതലായി എത്തിയത് വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും പറയപ്പെടുന്നു. ഇതൊന്നും കൂടാതെ വലിയ തരത്തിലുള്ള ഒരു ആൾക്കൂട്ടം അവിടെ 12 മണിക്ക് എത്തും എന്നാണ് അവിടുത്തെ പാർട്ടിയുടെ പ്രവർത്തകർ, അതായത് TVKയുടെ പാർട്ടി പ്രവർത്തകരെല്ലാം പറഞ്ഞിരുന്നത്. എന്നാൽ വിജയ് എത്തുന്നത് 7:30 മണിക്കാണ്. അപ്പോൾ 12 മണിക്ക് വിജയ് എത്തുമെന്ന് 10 മണിക്ക് രാവിലെ 10 മണിക്ക് കാണാൻ നിന്ന ആൾക്കാർ മുതൽ അവിടെ തടിച്ചുകൂടിയ ആൾക്കാരെന്ന് പറയുന്നത് ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ അവിടെ നിൽക്കുന്നവരായിരുന്നു. അങ്ങനെ 10 മണി മുതൽ അല്ലെങ്കിൽ 8 മണി മുതൽ കരൂരിലെത്തിയ ജനങ്ങൾ രാത്രി 7:30 മണി വരെ അവിടെ നിൽക്കുകയും അതിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നു, ഗർഭിണികളുണ്ടാകുന്നു, വയസ്സായ സ്ത്രീകളുണ്ടാകുന്നു. ഇവരെല്ലാവരും അവിടെ ഉണ്ടാക്കുകയും ഒപ്പം തന്നെ ഒട്ടനവധി ജനങ്ങളടക്കമുള്ള പുരുഷന്മാരടക്കമുള്ളവരുണ്ടാകുന്നു. ഇവരെല്ലാം അവിടെ തിങ്ങിക്കൂടിയതും അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടിയെന്ന് പറയേണ്ടി വരും. ഇതിനൊപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളമോ ഭക്ഷണമോ കിട്ടാതെ ഗർഭിണികളടക്കം കുഴഞ്ഞു വീഴുകയും കുട്ടികളടക്കം കുഴഞ്ഞു വീഴുകയും ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യങ്ങൾക്കെല്ലാം കാരണം വിജയ് ആണെന്നും വിജയ് മനഃപൂർവ്വം ലേറ്റാക്കിയതാണെന്നും വിജയ് ആളെ കൂട്ടാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്നുമുള്ള ചർച്ചകൾ തമിഴ്നാട്ടിൽ നടക്കുമ്പോൾ ഒരു വിഭാഗം TVKയുടെ പ്രവർത്തകർ പറയുന്നത് അങ്ങനെയല്ല കാര്യങ്ങൾ. ഇവിടെ വിജയ് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആൾ കൂടുന്നത് കണ്ട് ഞങ്ങൾക്ക് മാനാട് നടത്താനായിട്ട്, ഞങ്ങൾക്ക് സമ്മേളനം നടത്താനായിട്ട് മൈതാനങ്ങൾ തരുന്നില്ല, പകരം ഇടുങ്ങിയ റോഡുകളാണ് തരുന്നത്. ഇത് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പാണ്. അങ്ങനെ 5000 പേര് മാത്രം ഉൾക്കൊള്ളുന്ന സ്ഥലം തന്നാൽ 50,000 പേര് വന്നാൽ 15,000 പേര് വന്നാൽ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് കൂടി പറയണമെന്നുള്ള വിജയുടെ പഴയ വീഡിയോ അത് വലിയ ചർച്ചയായതാണ്. ആ വീഡിയോ നമുക്ക് കാണുകയും ചെയ്യാം. என்ன நாங்க பெருசா கேட்டுட்டோம், மக்கள் நிம்மதியா ஃப்ரீயா நின்னு பாக்குறதுக்கு ஒரு இடம், அதை நாங்க தேர்வு செஞ்சு அதுக்கு பர்மிஷன் கேக்குறோம். ஆனா நீங்க என்ன பண்றீங்க, அந்த இடத்தையெல்லாம் விட்டுட்டு நெருக்கடியோட, மக்கள் நெருக்கடியோட எங்கெல்லாம் நிப்பாங்களோ அந்த இடமா பார்த்து செலக்ட் பண்ணி தரீங்க. உங்க எண்ணம் தான் என்ன சார்? ഇനി ഈ വീഡിയോ നിങ്ങൾ കണ്ടതുപോലെ ഈ വീഡിയോയിൽ വിജയ് കുറേ നാൾ മുന്നേ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴിതാ നടന്നിരിക്കുന്നത്. ഇവിടെ വിജയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയ സമ്മേളനത്തിന് വേണ്ടി കൊടുത്ത സ്പേസ് എന്ന് പറയുന്നത് 15,000 പേരെ മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അവിടെ 25,000 പേര് വന്നുവെന്നാണ് തമിഴ്നാട് DGP പറയുന്നതെങ്കിലും ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആൾക്കാർ വന്നുവെന്നാണ് അവിടുത്തെ കാണികൾ പറയുന്നത്, അവിടെ എത്തിയവർ പറയുന്നത്. ഇവിടെ അത്രത്തോളം ആളുകൾ ഉൾക്കൊള്ളാൻ ആ പ്രദേശത്തിന് ഒരിക്കലും സാധിക്കില്ല. അവിടെ പ്രാക്ടിക്കലി അവിടെ അത്രയും ജനക്കൂട്ടത്തെ ആൾത്തിരക്കിനെ ഉൾക്കൊള്ളാനോ അത്രയും പേരെ അവിടെ നിർത്താനോ യാതൊരു സജ്ജീകരണമില്ലാത്ത സ്ഥലത്താണ് TVKയുടെ സമ്മേളനം നടന്നത്. അതും ബസ്സിന് മുകളിൽ കയറി വിജയുടെ മാസ് ഡയലോഗ് നടത്തുമ്പോൾ അത് കണ്ട് കൈയടിക്കുന്ന ആൾക്കാരിൽ പലരും കുഴഞ്ഞു വീണിട്ടും വിജയ് പ്രസംഗിച്ചു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മാനാട്ടിലേക്ക്, ഈ സമ്മേളനത്തിലേക്ക് വിജയ് വരുന്ന വഴിയിൽ വിജയുടെ വാഹനത്തെ പിന്തുടർന്ന യുവാക്കൾക്കടക്കം അപകടമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വിജയുടെ സമ്മേളനം നടക്കുന്നതിന് തൊട്ടു മുന്നേ തന്നെ അനിഷ്ട സംഭവങ്ങൾ പലതും ഉണ്ടായിട്ടും വിജയ് വീണ്ടും സമ്മേളനം തുടരുകയും
രാത്രി വൈകി വന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും അവിടെ പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അത് വലിയ ജനക്കൂട്ടമുണ്ടാക്കുകയും വലിയ ആൾത്തിരക്കുണ്ടാക്കുകയും ആ ആൾത്തിരക്ക് വലിയൊരു അപകടത്തിലേക്കും ഏതാണ്ട് 41ഓളം പേരുടെ മരണത്തിലേക്കും കലാശിച്ചു എന്ന് പറയുന്നത് തമിഴക രാഷ്ട്രീയത്തിലെ ഒരുപക്ഷെ ഇത്രയും വലിയൊരു അപകടം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേരിലും ഉണ്ടാക്കാൻ സാധ്യതയില്ല. അത് വിജയുടെ പേരിൽ മാത്രമായി ഉണ്ടാക്കുകയും ചെയ്യും. അതിൻ്റെ എല്ലാ ബാധ്യതയും വിജയുടെ തോളിൽ തലയിൽ നിൽക്കുക തന്നെ ചെയ്യും. മറ്റൊന്ന്, ഇവിടെ ഈ അപകടം നടന്ന സമയത്ത് തന്നെ വിജയ് ചെയ്തത് അവിടെ നേരെ ഇറങ്ങി ആരോടോ മിണ്ടാനോ സംസാരിക്കാനോ നിൽക്കാതെ നേരെ വണ്ടി കയറി, അതായത് ഫ്ലൈറ്റ് എടുത്ത് നേരെ വീട്ടിലേക്ക് പോവുകയും, എന്നാൽ തമിഴകത്തിൻ്റെ മുഖ്യമന്ത്രിയായ MK സ്റ്റാലിൻ ചെന്നൈയിൽ നിന്ന് വണ്ടി കയറി നേരെ ഈ കരൂരിലെത്തുകയും അവിടെ വന്ന് മരിച്ചവരെയും മറ്റുള്ള എല്ലാവരെയും കാണുകയും അവർക്ക് അന്ത്യോപചാരം അർപ്പിക്കുകയൊക്കെ ചെയ്തതും അവിടെ വലിയ ചർച്ചയാകുന്നുണ്ട്. അവിടെ ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണെന്നും ഇപ്പോൾ പൊടുന്നനെ വന്ന ഒരു സിനിമാ നടൻ രാഷ്ട്രീയ നേതാവായാൽ എങ്ങനെയാണെന്നുള്ള പക്വതയില്ലാത്ത രാഷ്ട്രീയ നേതാവിനെയും പക്വതയുള്ള രാഷ്ട്രീയ നേതാവിനെയും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കോൺഗ്രസിൻ്റെ MP ആയ ജ്യോതിമണിയെക്കുറിച്ചാണ്. ഈ അപകടം നടന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവർ ഓടി വന്നിറങ്ങുന്നതും ഓടി കാറിൽ നിന്ന് ഇറങ്ങി തൻ്റെ ID കാർഡ് കാണിച്ചിട്ട് ഇറങ്ങി ഓടുന്നതും വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഒരു കോൺഗ്രസിന് MP, ഒരു വനിതാ MP തൻ്റെ പ്രവർത്തകർക്ക്, തൻ്റെ അണികൾക്ക് ഒരു അപകടമുണ്ടായി എന്നറിഞ്ഞപ്പോൾ എത്രമാത്രം വിഷമിക്കുമോ, എത്രമാത്രം വെപ്രാളമുണ്ടാകുമോ, ആ വെപ്രാളമെല്ലാം അവരുടെ ഓട്ടത്തിലുണ്ടായിരുന്നു, അവരുടെ ഭാവത്തിലുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരത്തിൽ പ്രചരിക്കുന്നുണ്ട്, അത് വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഒപ്പം തന്നെ ഇനി പറയാനുള്ളത് വിജയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളതാണ്. ഇവിടെ TVKയുടെ ജനറൽ സെക്രട്ടറി നിർമ്മൽ കുമാർ അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്, ഇതേ നിർമ്മൽ കുമാർ ഇതിനകത്ത് വ്യക്തമായ അന്വേഷണം വേണമെന്നും ഇതിൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നും ഈ ഗൂഢാലോചനകൾക്ക് ആരാണ് കാരണമെന്ന് വ്യക്തമായ അന്വേഷണം നടത്തുമെന്ന് കോടതിയിൽ കേസ് വായിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് BJPയുടെ അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ TVKയുടെ ജനറൽ സെക്രട്ടറി N ആനന്ദ് അടക്കമുള്ളവർക്കെതിരെയും ഈ പറഞ്ഞ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. ഇവിടെ ഈ അപകടം നടന്ന ഉടനെ തന്നെ കരൂർ MLAയും അതുപോലെ മുൻ മന്ത്രിയുമായ സെന്തിൽ ബാലാജി അടക്കമുള്ളവർ ഓടിയെത്തുകയും സെന്തിൽ ബാലാജി കരഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നത് ജനങ്ങൾ കണ്ടതാണ്. അതുപോലെ MK സ്റ്റാലിൻ കൃത്യമായ ഇടപെടൽ ഇതിൽ നടത്തിയിട്ടുണ്ടെന്ന് തമിഴ്നാട്ടിലെ ജനങ്ങൾ തന്നെ പറയുന്നു. അത് നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം ഇവിടെ ഈ അപകടം നടന്ന ഉടനെ തന്നെ രാഷ്ട്രീയ പകപോക്കലിനല്ല ഇവർ നിന്നത്, പകരം പക്വതയുള്ള രീതിയിൽ പ്രതികരിക്കാനും പക്വതയുള്ള രീതിയിൽ സംസാരിക്കാനും പക്വതയുള്ള രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്താനും ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ MK സ്റ്റാലിൻ ഇത് രാഷ്ട്രീയ മുതലെടുപ്പായി നടത്താതെ, അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താതെ പകരം അവിടെ ചെയ്തത് കൃത്യമായി എന്താണോ തനിക്ക് ചെയ്യാൻ പറ്റുക അത് കൃത്യമായി ചെയ്യുകയും വിജയുടെ പേരെടുത്ത് വിമർശിക്കരുതെന്ന് തൻ്റെ മന്ത്രിസഭയിലുള്ള എല്ലാവർക്കും പാർട്ടി പ്രവർത്തകർക്കും നിർദ്ദേശം നൽകുകയും ചെയ്തു. അവിടെ വിജയ്ക്കെതിരെ വലിയ തരത്തിൽ പോസ്റ്ററുകൾ വരികയാണ്. വിജയുടെ കയ്യിൽ ചോര ഒലിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കുന്നു. ആ പോസ്റ്ററുകളിൽ വിജയ് അറസ്റ്റ് വേണമെന്ന് പറയുന്നു. സത്യരാജ് അടക്കമുള്ള, അല്ലെങ്കിൽ തമിഴകത്തെ സിനിമാ നടന്മാരിൽ പലരും, വിശാലായിക്കോട്ടെ, സത്യരാജ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഒട്ടനവധി സിനിമാ നടന്മാരെല്ലാം ഇതിൽ പ്രതികരണമായി രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താവശ്യമുണ്ടെങ്കിലും അറിയിക്കണം, വൈദ്യസഹായം ഞങ്ങൾ തരാൻ തയ്യാറാണെന്ന് പറയുന്നു. അതുപോലെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വിജയെ വിളിച്ച് സംസാരിക്കുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള ചർച്ചകൾ തമിഴ്നാട്ടിൽ നടക്കുകയാണ്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം, ഈ അപകടത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം TVK എന്ന പാർട്ടിക്ക് മാത്രമാണെന്ന് കനിമൊഴി വന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുന്നു. കോടതി എന്താണ് ഇനി പറയാൻ പോവുക എന്നുള്ളതും തമിഴക രാഷ്ട്രീയത്തിൽ വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഇനി പറയാനുള്ളത് വിജയ്ക്ക് നേരെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന് തമിഴ്നാട്ടിലെ ഒട്ടനവധി പേർ, ഈ അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ, അതുപോലെ നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് വിജയാണ് ഈ അപകടമുണ്ടാക്കിയത്, വിജയ് മാത്രമാണ് ഈ അപകടത്തിന് കാരണം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വിജയെ അറസ്റ്റ് ചെയ്യണം. വിജയെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഇതിൽ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടൂ എന്ന് പറയുന്ന സാഹചര്യമുണ്ടാകുന്നു. ഏത് നിമിഷവും വിജയ് അറസ്റ്റിലേക്ക് പോകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ വിജയുടെ വീട്ടിൽ ഈ അറസ്റ്റ് ഉണ്ടാകുമെന്ന് അറിഞ്ഞ ഉടനെ തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷ കൂട്ടുകയുണ്ടാകുന്നു, സുരക്ഷ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തമിഴകത്തിലെ രാഷ്ട്രീയം ഏതാണ്ട് കലാപകലുഷിതമായി തുടരുന്നു. അവിടെ വലിയ തരത്തിലുള്ള ചർച്ചകൾക്കും രാഷ്ട്രീയ മുതലെടുപ്പിനും മറ്റ് പാർട്ടികൾ ശ്രമിക്കുമ്പോൾ DMK അവിടെ വ്യക്തമായും പക്വതയോടെയും അവിടെ പെരുമാറിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ DMK നടത്തിയ ചില കളികളാണ് ഇതിന് പിന്നിലെന്നുള്ള ചർച്ചകൾ വരുന്നു. അവിടുത്തെ തമിഴ്നാട് സർക്കാർ നടത്തിയ കളികളാണ് ഇതിന് പിന്നിലെ ചർച്ചകൾ വരുന്നുണ്ട്. അവിടെ TVK ആരോപിക്കുന്നത് ഈ പറഞ്ഞ ജനങ്ങൾ എത്തിയ സമയത്ത് തന്നെ ലാത്തി ചാർജ് ഉണ്ടാകുന്നു.
അവിടുത്തെ പവർ കട്ട് ഉണ്ടാക്കുന്നു, അവിടെ ലൈൻ ഓഫ് ചെയ്യുന്നു. ഒപ്പം തന്നെ കല്ലേറുണ്ടാകുന്നു. വിജയ് പ്രസംഗിക്കാൻ നിർത്തിയപ്പോൾ തന്നെ കല്ലേറുണ്ടാകുന്നു. അതുപോലെ തന്നെ പോലീസ് അകാരണമായി ലാത്തി ചാർജ് നടത്തുന്നു. അങ്ങനെ ആദ്യമേ തന്നെ ഈ പറഞ്ഞ സമ്മേളനത്തിലെ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് TV ആരോപിക്കുന്നത്. വിജയ് എത്തിയ സമയത്ത് തന്നെ വേദിയിൽ കല്ലേറുണ്ടാവുക എന്ന് പറയുന്നതും അത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇവിടെ ഇതിൻ്റെ CCTV ദൃശ്യങ്ങളൊന്നും നശിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് TV തന്നെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. അവിടുത്തെ എല്ലാ ക്ലിപ്പിങ്സുകളും പോലീസ് അക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലിപ്പിങ്സ്, അതുപോലെ കല്ലേറുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലിപ്പിങ്സ്, അവിടെ കറണ്ട് കട്ട് ചെയ്ത് അടക്കമുള്ളവരുടെ എല്ലാത്തിൻ്റെയും ക്ലിപ്പിങ്സുകൾ വേണമെന്നും നശിപ്പിക്കരുതെന്നും TV ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തമിഴ്നാട് സർക്കാർ പറയുന്നത് അമിതമായ ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ ഇവർ പോസ്റ്ററൊക്കെ വലിഞ്ഞു കയറുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഉണ്ടായാൽ അത് അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടുകയും വലിയ തരത്തിലുള്ള അപകടം ഉണ്ടാകുകയും ചെയ്യുന്നു അറിഞ്ഞ സാഹചര്യത്തിലാണ് അവിടുത്തെ പവർ കട്ട് ചെയ്തത്. അല്ലാതെ അതിൽ രാഷ്ട്രീയ പകപോക്കലൊന്നും ഇല്ല എന്നാണ് തമിഴ്നാട് സർക്കാർ പറയുന്നെങ്കിലും TV പറയുന്നത് അങ്ങനെയല്ല. മനഃപൂർവ്വമായി ഇവർ നടത്തിയതാണ്. പലയിടങ്ങളിലും ഞങ്ങൾക്കത് സംഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്കത് മൈതാനങ്ങൾ കിട്ടുന്നില്ല. വിജയ്ക്ക് സംസാരിക്കാനായി മൈതാനങ്ങൾ കൊടുക്കാറില്ല, ഗ്രൗണ്ടുകൾ നൽകുന്നില്ല, അനുമതി കൊടുക്കാറില്ല. സർക്കാർ പല പരിപാടികൾക്കും വിജയ്ക്കുള്ള അനുമതി നിഷേധിക്കുന്നു. ഇന്നിപ്പോഴിതാ വിജയ് അങ്ങനെ പലയിടങ്ങളിലും ഈ പറഞ്ഞ പകപോക്കൽ ഉണ്ടാകുന്നു. ആ പകപോക്കലിന് കാരണമായി തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ അപകടം നടന്നതെന്നും TV ആരോപിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ അപകടം നടന്ന സമയത്ത് തന്നെ വിജയ് നേരെ ചെന്നൈ കയറി പോയിട്ട് പിന്നീട് മാധ്യമങ്ങളോടൊന്നും സംസാരിക്കാതെ പിന്നീട് ഒരു ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്ക് നല്ല സങ്കടമുണ്ട്, എൻ്റെ ചങ്ക് തകർന്ന രീതിയിലാണ് എൻ്റെ മനസ്സമാധാനം പോയെന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിലും വിജയുടെ TV പാർട്ടി അല്ലെങ്കിൽ വിജയുടെ പാർട്ടി 20 ലക്ഷം രൂപ മരിച്ചവർക്കും അതുപോലെ അപകടം പറ്റിയവർക്ക് 2 ലക്ഷം രൂപ വീതവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട് സർക്കാർ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപനങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. വിജയ് ഈ പറഞ്ഞ മരിച്ചവരുടെ വീട്ടിലേക്ക് ചെന്ന് ഈ സഹായധനം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് പോലീസ് അനുമതി നൽകിയിട്ടില്ല. അതിനെതിരെയും TV കേസുമായി പോയിട്ടുണ്ട്. അവിടെ പോലീസ് തന്നെ തടസ്സപ്പെടുത്തരുതെന്നും കളക്ടർ തനിക്ക് അനുമതി നിഷേധിക്കരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള ചർച്ചകൾ അവിടെ പോകുന്നു, വലിയ തരത്തിലുള്ള വിവാദങ്ങൾ നടത്തുന്നു. ഏത് നിമിഷവും വിജയ് അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല.